ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ കുട്ടികൾക്കെല്ലാം വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മുടെ ഈ ഒരു കേക്ക് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓവനാകട്ടെ, ബീറ്ററാകട്ടെ, അതുപോലെ തന്നെ മൈദയാകട്ടെ, മുട്ടയാകട്ടെ ഒന്നും ആവശ്യമില്ല. ഇതുപോലത്തെ 10 രൂപേൻ്റെ 4 പാക്കറ്റ് ഓറിയോ ബിസ്ക്കറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാട്ടോ ഇത്. ഇനി നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് എല്ലാം ഒന്ന് പൊളിച്ചതിന് ശേഷം അതിൻ്റെ ഒരു വൈറ്റ് ക്രീമില്ലേ അതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക കേട്ടോ. ആ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ഈ ഒരു കേക്കിലേക്ക് ആവശ്യമുള്ളൂ. അത്രയും സിമ്പിളാണ്. ഏതൊരു കുട്ടിക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് പാലാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിച്ച പാലാട്ടോ. തിളപ്പിച്ചിട്ട് നല്ലോണം ചൂടാറ്റി എടുത്തതാണ്. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമ്മളെ ബാറ്റർ റെഡിയായി കിട്ടി. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ബൗളിലേക്ക് നമ്മൾ 1/2 ടീസ്പൂണിൻ്റെ അത്ര ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ അല്ല, ഇത് ബേക്കിംഗ് പൗഡറാണ്. ഇത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി കേക്ക് പഫി ആയിട്ടുണ്ടാണെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസം വരികയില്ല. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചില്ലേ ആ ഒരു വൈറ്റ് ക്രീമും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലത്തെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യം ഒട്ടുമില്ല. ഇത് ഈ രീതിയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു കേക്ക് നമുക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടിന്നൊന്നെടുത്തിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കേക്ക് ടിന്നിനെ വേണമെന്നൊരു നിർബന്ധവും ഇല്ല. നമ്മൾക്ക് സാധാരണ ടിഫിൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ടിഫിൻ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ ആകുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. ഇനി ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഓയിലാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ടൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചില്ലേ ആ ഒരു കേക്കിൻ്റെ ബാറ്ററും കൂടി ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു 2-3 തവണ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ബബിൾസ് എല്ലാം ഒന്ന് ഫുള്ളായിട്ട് പോയി കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചൊരു വലിയ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലത്തെ ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ റിങ്ങിൻ്റെ മുകളിലായിട്ട് നമ്മുടെ കേക്ക് ടിന്നും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് അടച്ച് വെക്കുക കേട്ടോ. കറക്റ്റായിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേന് നമ്മളെ കേക്ക് പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മളിത് അടച്ച് വെക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മൂടിയിൽ കുഞ്ഞി ഹോളൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്തിട്ട് വേണം നമ്മൾ അടച്ച് വെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ തുറന്ന് നോക്കിയതിന് ശേഷം ഇതുപോലത്തെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി വെക്കുക. അപ്പോൾ നമുക്ക് കുത്തിയ പാടന്നെ അത് വെന്തിനോ ഇല്ലയെന്ന് മനസ്സിലാകും. വേവ് കറക്റ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അതൊന്ന് എടുത്ത് കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് കുറച്ചൊന്ന് തണുത്ത് കിട്ടും. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്പാച്ചുല വെച്ചിട്ട് സൈഡിലൊന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ കിഡിലൻ ടേസ്റ്റാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ചെയ്ത് നമ്മൾ ഒഴിച്ച് അത് കൂടി കൂട്ടി കഴിക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റും അതുപോലെ തന്നെ കാണാൻ ഭംഗിയും കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ വെള്ളം നല്ല പോലെ ചൂടുണ്ടാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ചോക്ലേറ്റ് നല്ലോണം ഒന്ന് മെൽട്ടായി കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ചോക്ലേറ്റ് നമ്മുടെ കേക്കിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് പൈപ്പിംഗ് ബാഗോ അതുപോലത്തെ വേറെ ഒന്നും ആവശ്യമില്ല. ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് തന്നെ ഫുള്ളായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടിയും കാണാൻ കളർഫുൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലേസം ജെയിംസ് ഒന്ന് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ വെച്ച് കൊടുക്കുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് നമ്മളെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് പൊടിച്ചതിന് ശേഷം അത് ഫുള്ളായിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന പോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഓറിയോ ബിസ്ക്കറ്റിൻ്റെ കിഡിലം കേക്ക് റെഡിയായി കിട്ടും.
ഞാനിതിൻ്റെ മുകളിലായിട്ട് ഒരു ലേശം ഡാർക്ക് ചോക്ലേറ്റും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വെറും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ചോക്ലേറ്റിൻ്റെ ഒരു നിർബന്ധവും ഇല്ല. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കഴിക്കാം. നിങ്ങൾക്കിത് കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളത്. വായിലിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്നുണ്ട്. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കിഡിലം കേക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക. അപ്പോൾ ഇനി ഓവനും ബീറ്ററും അതുപോലെ തന്നെ മൈദയും മുട്ടയും ഒന്നും ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു ഈസി ആയിട്ടുള്ള കേക്ക് വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ പോയിട്ട് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും.